നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് പറയാൻ പറ്റുന്നില്ല സർ. എന്റെ മേലാകെ എന്തോ പോലെ. ഈ ചിത്രശലഭം തേൻ കുടിക്കുമ്പോ കണ്ണു ചിമ്മുന്ന പോലെ എന്തോ എനിക്ക് നാണാവുന്നു. ഈ കാലത്ത് നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് നാണെന്ന് പറഞ്ഞാ എന്താന്ന് പോലും അറിയില്ലെന്നാ പറയാറ്. പിന്നെ എന്തിനാ എന്റെ കൈകൊണ്ട് തെരഞ്ഞെടുത്ത് കഴിക്കാൻ നീ ഇത്ര നാണിക്കുന്നത്? കഴിച്ചേ. അതെ പാർവതി, ജിതിനെ എന്തിനാ നിന്റെ അടുത്ത് ഇത്ര ദേഷ്യം? എന്തിനാ അവൻ നിന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി എല്ലാ പഴിയും നിന്റെ മേൽ ചാരുന്നത്? എന്ത് വിരോധ അവന് നിന്നോടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. അവന്റെ അനുജത്തിയുടെ ജീവിതത്തിന് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്നത് തെറ്റല്ലേ? എങ്ങനെയാ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? ആരെ വിശ്വസിക്കണം, ആരെ അവിശ്വസിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. എന്നാലും പാർവതി, ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് പോലീസും പട്ടാളവും ഒക്കെ ചിന്തിക്കാത്ത തരത്തിൽ ഒരു ഡിറ്റക്റ്റീവിന്റെ ബുദ്ധി സാമർഥ്യത്തോടെയും തന്റെ ഇടത്തോടെയും എന്നെ കൊല്ലാൻ ശ്രമിച്ച ആളെ കണ്ടെത്തി അവനെ, ആ ജതിനെ നിയമത്തിന് മുന്നിൽ കീഴടക്കുകയും ചെയ്തു. സത്യം എന്താണെന്ന് എല്ലാരെയും ബോധ്യപ്പെടുത്തിയതിന് തീർച്ചയായും ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. അരവിന്ദൻ സാറിന്റെ അനുജത്തി ജയയെ കൊന്നതും ഇവരാണ് സർ. ഇത്രയും കാലം നീ ഓരോന്ന് പറയുമ്പോ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല പാർവതി. എല്ലാം പൊട്ടത്തരമായിട്ടും മണ്ടത്തരമായിട്ടും മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പൊ ഞാൻ പാർവതി നിന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിന്റെ ഉള്ളിൽ അമാനുഷികമായി എന്തോ ഉണ്ട്. ഇപ്പൊ നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പാർവതി, പാർവതി, നീ എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. നീ എന്റെ കൂടെ ഉള്ളപ്പോ ആരും എന്നെ കുഴപ്പത്തിലാക്കില്ലെന്നും എനിക്ക് ഉറപ്പായി. ജാസ്മിൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം വിശാൽ സാറിന് കുഴപ്പങ്ങൾ തീരില്ല. അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നതുവരെ വിശാൽ സാറിന് ആപത്തുണ്ട്. എന്താന്ന് വെച്ചാൽ ജാസ്മിൻ എപ്പോഴും വിശാൽ സാറിന് എന്തെങ്കിലും ആപത്ത് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.